പാതി വില തട്ടിപ്പ്. ഇങ്ങനെ ഒരു പ്രയോഗം കേരളത്തിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടും. ആളുകൾ ചാടി ഓടി കൂടിയില്ലേ, ആയിരക്കണക്കിന് ആളുകൾ. സൗജന്യം എവിടെയുണ്ടോ അവിടെ മലയാളികളുണ്ട്. നമുക്ക് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പാതി വില തട്ടിപ്പ് ഇത്രയും കുപ്രസിദ്ധി ആർജിച്ചത് കേരളത്തിൽ. ഈ തട്ടിപ്പ് കേസിൽ ഉന്നതരെ കൊടുക്കുന്ന പ്രതി അനന്തുകൃഷ്ണൻ്റെ മൊഴി പുറത്തു വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി 45 ലക്ഷം രൂപ വാങ്ങിയ UDF MP 15 ലക്ഷം രൂപ മാത്രം പാർട്ടി ഫണ്ടിലേക്ക് നൽകിയെന്നാണ് അനന്തുകൃഷ്ണൻ്റെ രഹസ്യ മൊഴി. മിക്കവാറും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. പ്രമുഖ പാർട്ടി നേതാവിന് 25 ലക്ഷം രൂപ നൽകിയത് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് വഴിയാണെന്നും ഈ അനന്തുകൃഷ്ണൻ്റെ മൊഴിയിലുണ്ട്. പ്രതിയെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ഈ അനന്തകൃഷ്ണൻ വാ തുറന്നു കഴിഞ്ഞാൽ നേതാക്കന്മാർ അബദ്ധരാവൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ അനന്തകൃഷ്ണൻ ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പാർട്ടി നേതാക്കൾക്കൊക്കെ പണം നൽകിയിട്ടുണ്ടെന്ന് അയാൾ വിളിച്ചു പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പോലീസിന് നൽകിയ മൊഴിയിൽ ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അനന്തകൃഷ്ണൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒരു MPക്ക് 45 ലക്ഷം രൂപ നൽകിയിരുന്നു. അത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ 15 ലക്ഷം രൂപ മാത്രം പാർട്ടി ഫണ്ടിലേക്ക് നൽകുകയും 30 ലക്ഷം രൂപ അദ്ദേഹം സ്വന്തമായി എടുക്കുകയും ചെയ്തുവെന്ന് തന്നോട് പറഞ്ഞതായി അനന്തകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ഒരു UDFൻ്റെ MLA അക്കൗണ്ടിലൂടെ പണം വേണ്ട, നേരിട്ട് വേണമെന്ന് പറഞ്ഞ് 7 ലക്ഷം രൂപയാണ് വാങ്ങിയെടുത്തതെന്നും അനന്തകൃഷ്ണൻ്റെ മൊഴിയുണ്ട്. ഒരു പ്രമുഖ പാർട്ടി നേതാവിന് 25 ലക്ഷം രൂപ അത് തങ്കമണിയിലെ ഒരു സർവീസ് സഹകരണ ബാങ്ക് വഴിയാണ് കൈമാറിയത്. അങ്ങനെ കൈമാറിയാൽ മതിയെന്നാണ് തനിക്കും കൂട്ടാളികൾക്കും നിർദ്ദേശം ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ വലിയ നേതാക്കളൊക്കെ പണം വാങ്ങുന്നത് കണ്ടതോടെ മൂവാറ്റുപുഴയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് 5 ലക്ഷം രൂപ കൈവായ്പയായി വാങ്ങിയെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ക്ലൗഡ് സ്റ്റോറേജിലാണ് അത് സൂക്ഷിച്ചിരുന്നത്. അതിൽ ഓഡിയോ സന്ദേശങ്ങളുണ്ട്. ഓരോരുത്തരും പണം ചോദിക്കുന്നതും കൊടുത്തതിൻ്റെയും ഓഡിയോ സന്ദേശങ്ങളുണ്ട്. വാട്സാപ്പ് ചാറ്റുകളുടെ വിവരങ്ങളുണ്ട്. അതെല്ലാം ക്ലൗഡ് സ്റ്റോറേജിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ പാസ്വേഡും പോലീസിന് നൽകി. അങ്ങനെയാണ് പോലീസിന് ഈ വിവരങ്ങൾ എല്ലാം കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇന്നലെ ചോദ്യം ചെയ്ത അവസാനം തെളിവെടുപ്പിന് ശേഷം തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് അനന്തകൃഷ്ണൻ പറഞ്ഞതായി അവർ പറയുന്നത്, എല്ലാവരും കുടുങ്ങട്ടെ, എൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയതല്ലേ എന്നുള്ളതാണ്. ഏതായാലും അനന്തകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആളുകളുടെ ഈ തട്ടിപ്പിലെ പങ്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം അഴിമതിയായി പറയുന്നു. CPM-കാർ ഈ പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന് 24 വാർത്ത കേട്ടാൽ മനസ്സിലാവും. ഈ ചാനൽ 24 CPM-ൻ്റെ ചാനലാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ ഈ കേസിൽ അനന്തകൃഷ്ണൻ CPM-കാർക്ക് പണം നൽകിയതായി ആരോപണം ഉയർന്നിട്ടുണ്ടോ? അത് ഇയാളുടെ മൊഴിയിലുണ്ടോ? കൊടിയുടെയും പാർട്ടിയുടെയും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പണം നൽകിയിട്ടുണ്ട്. ആ പേരുകൾ ഉൾപ്പെടെ പോലീസിന് നൽകിയിട്ടുണ്ട്. ആ പേരുകൾ കോടതിയിൽ സ്വാഭാവികമായും കുറ്റപത്രം വരുമ്പോൾ അതിലുണ്ടാകും. അപ്പോൾ നമുക്കത് കൃത്യമായി പുറത്തു പറയാൻ സാധിക്കും. ഇപ്പോഴും നമുക്ക് ആ പേരുകൾ അറിയാം. പക്ഷേ നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പേരുകൾ നമ്മൾ പറയാത്തത്. പക്ഷേ ഉറപ്പിച്ച് പറയുന്നു, കൊടിയുടെയും പാർട്ടിയുടെയും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് പണം ഒരു തവണയല്ല പലതവണ കൈനീട്ടി വാങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ അത് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. പക്ഷേ പലരും അത് പാർട്ടിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു മലയോര ജില്ലയിലെ MP കൂടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് 10 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു തുക കൂടി വാങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ പേരുകളെല്ലാം അനന്തകൃഷ്ണൻ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു ശ്യാംകുമാർ.